മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് 2 പുതിയ മെത്രാൻമാർ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ സഹായ മെത്രാനായി ഫാദർ ഡോക്ടർ ജോൺ കുറ്റിയിലിനെയും യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി ഫാദർ ഡോക്ടർ കുര്യാക്കോസ് തടതലിനെയും പരിശുദ്ധ ലിയോ 14 മാർപ്പാപ്പായുടെ അംഗീകാരത്തോടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ നിയമിച്ചു. ഈ നിയമന പ്രഖ്യാപനം 2025 സെപ്റ്റംബർ 19 ഉച്ചകഴിഞ്ഞ് 3:30 അടൂർ മാർ ഇവാനിയോസ് നഗറിലെ ഓൾ സെയിൻസ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സുനഹദോ സെക്രട്ടറി അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് നിയമന പ്രഖ്യാപനം വായിച്ചു. മെത്രാഭിഷേക ശുശ്രൂഷ 2025 നവംബർ 22 തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിൽ കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെടും. 95ാമത് പുനരൈക്യ വാർഷികവും സഭാ സംഗമവും സമാപിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ 95ാമത് പുനരൈക്യ വാർഷികവും സഭാ സംഗമവും സെപ്റ്റംബർ 19, 20 തീയതികളിൽ പത്തനംതിട്ട അടൂർ ഓൾ സെയിൻസ് പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെട്ടു. സെപ്റ്റംബർ 16 വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള ദീപശിഖ, ഛായാചിത്രം, ബൈബിൾ, വള്ളിക്കുരിശ്, പതാക പ്രയാണങ്ങൾ അടൂർ സെൻട്രൽ ജംഗ്ഷനിൽ സംഗമിക്കുകയും പ്രധാന സമ്മേളന വേദിയായ അടൂർ ഓൾ സെയിൻസ് പബ്ലിക് സ്കൂളിൽ എത്തിച്ചേരുകയും തുടർന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ കാതോലിക്ക പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 17 മുതൽ 19 വരെ ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെട്ടു. തിരുവല്ലാതിഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡാനിയേൽ പൂവണത്തിൽ വചനപ്രഘോഷണം നടത്തി. സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 4:30 വരെ വിവിധ ഭക്ത സംഘടനകളുടെ സംഗമം നടത്തപ്പെട്ടു. അൽമായ സംഗമം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും, യുവജന സംഗമം ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും, കുട്ടികളുടെ സംഗമം ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജും ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അത്യഭിവന്യ കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ നിക്കിയ സുനഹദോസിന്റെ 1700ാം വാർഷികാഘോഷം നടത്തപ്പെട്ടു. സമ്മേളനത്തിൽ കത്തോലിക്ക സഭയിലെയും മറ്റ് സഹോദരി സഭകളുടെയും വിവിധ പ്രതിനിധികൾ പങ്കെടുത്തു. തുടർന്ന് എല്ലാ അഭിവന്യ പിതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ശ്ലൈഹിക ആശീർവാദവും ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 20 ശനിയാഴ്ച രാവിലെ 8:30 അത്യഭിവന്യ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. 2025 സെപ്റ്റംബർ 20 മുതൽ 2026 സെപ്റ്റംബർ 19 വരെ ആചരിക്കുന്ന ആരാധനക്രമ വർഷത്തിന്റെ ഉദ്ഘാടനവും അത്യഭിവന്യ കാതോലിക്ക ബാവ നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവ് വചന സന്ദേശവും അത്യഭിവന്യ കാതോലിക്ക ബാവ പുനരൈക്യ സന്ദേശവും നൽകി. അന്ത്യോക്യൻ സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ഇഗ്നാത്യോസ് യൂസഫ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവ ഈ വർഷത്തെ മുഖ്യ അതിഥിയായിരുന്നു. തുടർന്ന് നടന്ന ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ മെത്രാഭിഷേക ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ഗോവ മുൻ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ രമേശ് ചെന്നിത്തല എന്നിവർ പ്രസംഗിച്ചു. സമാപന വേളയിൽ അടുത്ത വർഷം 96ാമത് പുനരൈക്യ വാർഷികവും സഭാ സംഗമവും പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസനത്തിന്റെ ആതിഥേയത്വത്തിൽ നടത്തപ്പെടുന്നുവെന്ന് അത്യഭിവന്യ കാതോലിക്ക ബാവ പൂനെ കട്കി ഭദ്രാസനാധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയസ് മെത്രാപ്പൊലീത്തയ്ക്ക് കാതോലിക്ക പതാക നൽകിക്കൊണ്ട് പ്രഖ്യാപിച്ചു. ഓർമ്മ പെരുന്നാളും ആരാധനക്രമ വർഷത്തിന്റെ ഉദ്ഘാടനവും ഭാഗ്യ സ്മരണാർഹനായ സക്കറിയാസ് മാർ അത്തനാസിയോസ് തിരുമേനിയുടെ 48ാമത് ഓർമ്മ പെരുന്നാൾ സെപ്റ്റംബർ 26, 27 എന്നീ തീയതികളിൽ തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെട്ടു. 26 വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് കവറിങ്കൽ ധൂവപ്രാർത്ഥനയും നടത്തപ്പെട്ടു. 27 കൂരിയ മെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിലും മറ്റു വൈദികരുടെ സഹകാർമ്മികത്വത്തിലും പരിശുദ്ധ കുർബാന അർപ്പിച്ചു. ശേഷം ആരാധനാ ക്രമവർഷത്തിന്റെ അതിഭദ്രാസനതല ഉദ്ഘാടനം അഭിവന്യ പിതാവ് നിർവഹിച്ചു. തുടർന്ന് കവറിങ്കൽ ധൂവപ്രാർത്ഥന നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ, ഫാദർ ചെറിയാൻ കുരിശുമൂട്ടിൽ, ഫാദർ മാത്യു പുനക്കുളം, ഫാദർ സന്തോഷ് അഴകത്ത് എന്നിവർ നേതൃത്വം നൽകി. സന്ദർശിച്ചു. അന്ത്യോക്യൻ സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ഇഗ്നാത്യോസ് യൂസഫ് തൃതീയൻ പാത്രിയാർക്കീസ് ബാവ തിരുമേനിയും പ്രതിനിധി സംഘവും സെപ്റ്റംബർ 23 മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഇവാനിയോസ് നഗറിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് മലങ്കര മേജർ സെമിനാരി സന്ദർശിച്ചു. നിര്യാതരായി. ബദനി മിശിഹാനഗരണ സന്യാസിനി സമൂഹം തിരുവല്ല തിരുമൂലപുരം പ്രൊവിൻസിലെ സിസ്റ്റർ ഡെൽഫീന SIC സെപ്റ്റംബർ 24 നിര്യാതയായി. 85 വയസ്സായിരുന്നു.
സംസ്കാര ശുശ്രൂഷ സെപ്റ്റംബർ 25-ന് കൂരിയ മെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവല്ല തിരുമൂലപുരം ബദനി മടംവക സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. മേരി മക്കൾ സന്യാസിനി സമൂഹം മാർത്താണ്ഡം സെന്റ് ജോസഫ് പ്രൊവിൻസിലെ സിസ്റ്റർ മെലനി DM സെപ്റ്റംബർ 25-ന് നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ സെപ്റ്റംബർ 27-ന് മാർത്താണ്ഡം ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ വിൻസെന്റ് മാർ പൗലോസ് മെത്രാപ്പൊലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മാർത്താണ്ഡം പ്രൊവിൻഷ്യൽ ഹൗസ് സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.